TG മോഹൻദാസ് ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിക്കുന്നു. TG മോഹൻദാസ് അന്വേഷണവുമായി സഹകരിച്ചില്ല. പ്രതി കുറ്റം സമ്മതിച്ചുവെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. സിജോ വി ജോൺ വിശദാംശങ്ങളുമായി. സിജോ, ഈ ജാമ്യാപേക്ഷന് മേൽ വാദം നടക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയെ പോലീസ് ബോധിപ്പിച്ചിരിക്കുന്നത്? ലഭിക്കുകയും ചെയ്യും. എന്തായാലും ഇയാൾക്ക് ജാമ്യം അനുവദിക്കരുത്, അത് മാത്രമല്ല കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതായത് റിമാൻഡ് റിപ്പോർട്ടായി നൽകിയിരിക്കുന്നത്. ആ റിമാൻഡ് റിപ്പോർട്ടിലാണ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നത്. അതിൽ ഈ അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇനിയും നിരവധി തെളിവുകൾ കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ആ സാഹചര്യത്തിൽ ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ആ തെളിവുകളിലോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല സമൂഹത്തിൽ ഉന്നത പദവി വഹിക്കുന്ന ഒരാളാണ്, വലിയ ബന്ധങ്ങളുമുണ്ട്. അതോടൊപ്പം ആ ഒരു സാഹചര്യത്തിൽ ഒളിവിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ പറയുന്നത്. ഇയാളുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് TG മോഹൻദാസ് സ്ത്രീകളുടെ മാന്യതയെ ഹനിച്ചു, പൊതുസമൂഹത്തിനും വിരുദ്ധമായി പ്രവർത്തിച്ചു, കലാപാഹ്വാനം നടത്തിയത് ഗുരുതരമായ കുറ്റമാണ് എന്നുള്ളതാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. ജാമ്യം അനുവദിച്ചാൽ ഈ പ്രതി ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അല്പസമയത്തിന് തന്നെ ഈ ജാമ്യാപേക്ഷയും അതോടൊപ്പം തന്നെ ഈ കസ്റ്റഡി അപേക്ഷയും പരിഗണിക്കും. കോടതി അതിലെന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില ഡിജിറ്റൽ തെളിവുകളൊക്കെ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കസ്റ്റഡി അനിവാര്യമാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കോടതി അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തിയാൽ മാത്രമാണ് അത് അനുവദിക്കുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിന് അനിവാര്യത ഇല്ല എന്ന് കണക്ക് കൂട്ടി, അല്ലെങ്കിൽ പ്രായാധിക്യവും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് കോടതിക്ക് വേണമെങ്കിൽ ജാമ്യം അനുവദിക്കുകയും ചെയ്യാം. പിന്നീട് കസ്റ്റഡിക്ക് സമാനമായ രീതിയിൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ സാധിക്കില്ല. യെസ്, അപ്പോൾ അറസ്റ്റിലായ RSS സൈദ്ധാന്തികൻ TG മോഹൻദാസിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് വഞ്ചിയൂർ കോടതി. ജാമ്യം കിട്ടുന്നുള്ള എല്ലാ സാധ്യതകളും അടക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്. ജാമ്യം കൊടുത്താൽ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട്. TG മോഹൻദാസ് അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ല, പ്രതി കുറ്റം സമ്മതിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ പോലീസ് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. സിജോ വി ജോണാണ് വിശദാംശങ്ങൾ നൽകിയത്.